ഹലോ, ഞാൻ ആമിയ. ആ മനസ്സിലായി പറഞ്ഞോ. മിയമോൾക്ക് പെട്ടെന്ന് വയ്യാതായി. രാത്രി അവൾ ഒട്ടും ഉറങ്ങിയിട്ടില്ല. ടാബ്ലറ്റ് കഴിക്കാത്തോണ്ടാണെന്ന് തോന്നുന്നു. അതെന്താ ടാബ്ലറ്റ് കഴിക്കാതിരുന്നേ? കൊടുക്കാൻ മറന്നോ? മറന്നതല്ല, ടാബ്ലറ്റ് തീർന്നുപോയി. ഞാനത് ഓർത്തതുമില്ല. കാലത്തും അത് കൊടുക്കേണ്ടതാ. എന്ത് വേണോന്ന് എനിക്കറിയില്ല. ഈ ടാബ്ലറ്റ് സിറ്റിയിലേ വാങ്ങിക്കാൻ കിട്ടുള്ളൂ. കുറച്ച് കോസ്റ്റ്ലിയാ. ചായ. ആ, അത് കുഴപ്പമില്ല. എനിക്ക് ഫോണിലൊരു ഫോട്ടോ എടുത്തിട്ടാ മതി. ഞാൻ വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരാം. മെഡിസിന്റെ പേരെഴുതിയ ലിസ്റ്റ് ഇട്ടാ പോരെ? ആ മതി. ആ അപ്പൊ ശരി, ഞാൻ വന്നോളാം. ഓക്കെ. ആര് രഘുവേട്ടാ? അത് നമ്മുടെ സ്റ്റിച്ചിങ് സെഷനിലെ കുമാറാ. ബട്ടൺസിന്റെ സ്റ്റോക്ക് തീർന്നു. പെട്ടെന്ന് വാങ്ങിക്കൊണ്ട് പോകണം. അതവൻ മാനേജ് ചെയ്യില്ലേ രഘുവേട്ടാ? അമ്പിളി, പർച്ചേസ് ഒക്കെ നമ്മൾ നേരിട്ടല്ലേ ചെയ്യുന്നത്. അതൊക്കെ മാനേജർക്ക് വിട്ടുകൊടുത്താ അവരതിൽ നിന്ന് കമ്മീഷൻ വാങ്ങില്ലെന്ന് എന്താ ഉറപ്പ്? ചേച്ചി, എന്തടി? എന്താ നീ എന്താ വല്ലാതിരിക്കുന്നത്? ചേച്ചി, അയാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആര്? വിനയൻ. എന്താ? രഘുവേട്ട, വിനയം വന്നിരിക്കുന്നു. വിനയനാ? ഞാൻ മുറിയിലേക്ക് പോവാ. എനിക്ക് ആ മനുഷ്യനെ കാണണ്ട. എടി, ഇവന് വരാൻ കണ്ട സമയം. നമസ്കാരം രഘുവേട്ടാ. ഞാൻ ഇന്നലെ ദുബായിൽ നിന്ന് തിരിച്ചെത്തി. ആ, നീ പറയുന്നിട്ട് ദുബായിൽ നിന്ന് ലീവിന് വന്നാണെന്ന് തോന്നുമല്ലോ. വിനയ, നീ ഇവിടെ ഷോപ്പ് തുടങ്ങാന്ന് പറഞ്ഞല്ലേ? കുഞ്ഞുങ്ങളുടെ പേരിൽ നീ 15 ലക്ഷം രൂപ അനുവിൽ നിന്ന് വാങ്ങിച്ചത്. ആ, എന്നിട്ട് നീ അത് ദുബായ് കൊണ്ട് കളഞ്ഞല്ലേ? അങ്ങനെയൊക്കെ പറ്റിപ്പോയി രഘുവേട്ടാ. അവിടെ നിന്ന് ജീവനോടെ തിരിച്ചു വരാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം കൊണ്ട് മാത്രം. ആരുടെ ഭാഗ്യം? നിന്റെ ഭാഗ്യത്തിന് നീ രക്ഷപ്പെട്ടെങ്കിൽ നീ എവിടെ വേണമെങ്കിലും ജീവിച്ചോ. വീണ്ടും ഞങ്ങളെ ശല്യം ചെയ്യാൻ വരരുത് വിനയ. എന്താ അമ്പിളി ചേച്ചി നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്റെ ഭാര്യ മക്കളെ എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഭാര്യ മക്കളോ? ചീരുവിന് എന്തായാലും നിന്നെ വേണ്ട. പിന്നെ മക്കള്
അവരെ നീ ഇനി തിരിച്ചു ചോദിക്കല്ലെന്ന് പറഞ്ഞല്ലേ അനുവിന്റെ കയ്യിൽ നിന്ന് നീ 15 ലക്ഷം രൂപ വാങ്ങിയത്. വിനയ, അവരെ കാണാനാണ് നീ വന്നതെങ്കിൽ അത് നടക്കില്ല. നീ പോക്കോ. വെറുതെ ഇവിടെ ഇരുന്ന് ബാക്കിയുള്ളവരെ ശല്യം ചെയ്യില്ല. ഞാനാരെയും ശല്യം ചെയ്യാനൊന്നും വന്നതല്ല രഘുവേട്ട. നിങ്ങൾ പറയുന്നത്ര ദേഷ്യമൊന്നും ചീരുവിന് എന്നോടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ അവള് എൻ്റെ മക്കളെ വീണ്ടും വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയതും 1-2 ദിവസം അവളും അവിടെ പോയി താമസിച്ചതും. ഇനിയിപ്പോ നിങ്ങൾക്ക് അവളെ എന്നെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടാൽ മതി. എനിക്ക് പറയാനുള്ളത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞോളാം. അമ്മാവനിപ്പോ ഇവിടെ ഇല്ല. അമ്മാവൻ ആരെ കാണാൻ പോയിരിക്കാം. നീ അമ്മാവനെ വിളിച്ചിട്ട് പിന്നെ വാ വിനയ. എനിക്കാണെങ്കിൽ പോകാൻ അല്പം ധൃതിയുണ്ട്. രഘുവട്ടം പോയിക്കോളൂ. അച്ഛൻ വരുന്നതുവരെ ഞാനിവിടെ ഇരുന്നോളാം. വിളിച്ചിട്ട് വരാൻ എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല. എല്ലാം പോയി. ഈ ജീവനും ഇട്ട ഡ്രസ്സും മാത്രമായിട്ടാ ഞാൻ തിരിച്ചു വന്നത്. ഇനിയെല്ലാം ഒന്നേന്ന് തുടങ്ങണം രഘുവേട്ടൻ. അതിന് നിങ്ങളുടെയൊക്കെ സഹായം എനിക്ക് വേണം. അച്ഛൻ എന്നെ സഹായിക്കുന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഇല്ലെങ്കിൽ പഴയ കൂട്ടുകാരനായ യൂസഫ് ഭായിയെ വിളിച്ച് എന്നെ ദുബായിലുള്ള ജയിലിൽ നിന്ന് രക്ഷിക്കാൻ അച്ഛൻ മുൻകൈ എടുക്കില്ലല്ലോ. അച്ഛനാ രഘുവേട്ട എൻ്റെ ഇപ്പോഴത്തെ ദൈവം. ചീരുവിനെയും മക്കളെയും കാണാൻ പറ്റിയില്ലെങ്കിലും അച്ഛനെ കണ്ട് നന്ദി പറഞ്ഞിട്ട് ഞാനിവിടുന്ന് പോകും. അതിനെങ്കിലും എന്നെ സമ്മതിക്കണം രഘുവേട്ട. ആ അല്ല ആരിത്? നീ ആളാകെ മാറിപ്പോയല്ലോ വിനയ. എല്ലാം പോയി ഭാനുവമ്മ, എല്ലാം പോയി. അമ്പിളി